പ്രശസ്തമായ അരുവിക്കുഴി ലൂർദ് മാതാ പള്ളി, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ഫെബ്രുവരി 10, 11 തീയതികളിൽ എല്ലാ ഇടവക അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വം നടന്നു. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇടവക അംഗങ്ങളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുവിക്കുഴി ലൂർദ് മാതാ പള്ളിയിലെ 2024 തിരുനാളിന് ഫെബ്രുവരി 8 വ്യാഴാഴ്ച പള്ളി വികാരി ജേക്കബ് ചീരംവേലിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ കൊടിയേറി ആരംഭിച്ചു. ഫെബ്രുവരി 9 വെള്ളിയാഴ്ച മരിച്ച ഇടവകാംഗങ്ങളുടെ കല്ലറകളിൽ പ്രത്യേക പ്രാർത്ഥനയും വെഞ്ചരിപ്പും നടത്തുകയുണ്ടായി. പ്രധാന പ്രദക്ഷിണം ഫെബ്രുവരി 10 ശനി വൈകുന്നേരം 7 മണിയോടെ കൂട്ടമാവ് കപ്പേളയിലേക്ക്, അവിടെ ലതീഞ്ഞ്, പിന്നീട് ഇരുമ്പുകുഴി കുരിശടിയിലേക്ക്, അവിടെ ലതീഞ്ഞ് കഴിഞ്ഞ് പള്ളിക്കത്തോട് ഫാത്തിമ കപ്പേളയിലേക്ക്. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി പ്രദക്ഷിണം വരുന്ന ഒരു ദിവസം. കുട്ടിക്കാലം മുതൽ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ ഉത്സവങ്ങളും പെരുന്നാളുമായിരുന്നു. കാലം മാറി, സാഹചര്യ സമ്മർദ്ദം അനുസരിച്ച് ആഘോഷങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞു. പ്രദക്ഷിണം കൂട്ടമാവ് കപ്പേള, ഇരുമ്പുകുഴി കുരിശടി, പള്ളിക്കത്തോട് ജംഗ്ഷൻ വഴി പള്ളിക്കത്തോട് മാർക്കറ്റിനടുത്തുള്ള കുരിശുപള്ളിയിലേക്ക് വരുന്നതിൻ്റെ കാഴ്ചകളിലേക്ക്. ഇടവക അംഗങ്ങളുടെ ചിട്ടയോടും ക്രമത്തോടെയും അച്ചടക്കത്തോടെയും ഉള്ള പ്രദക്ഷിണം. അല്പം ചരിത്രം. ആനിക്കാട് പള്ളിവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കോയിത്തറ അച്ഛൻ 1921 ജനുവരി 1 അരുവിക്കുഴിയുടെ വടക്കേക്കരയിലും തെക്കേക്കരയിലും ഓരോ കുരിശു സ്ഥാപിച്ചു. വടക്കേക്കരയിലെ കുരിശ് നിലനിൽക്കുകയും സായാഹ്നങ്ങളിൽ വിശ്വാസികൾ കുരിശടിയിലെത്തി പ്രാർത്ഥനയും പതിവാക്കി. ശനിയാഴ്ചകളിൽ കൊന്ത നമസ്കാരവും മാതാവിൻ്റെ നോവേനയും നടത്തി. 1934 ജനുവരി 6 ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് കാളാശ്ശേരിയുടെ അനുഗ്രഹത്താൽ ആനിക്കാട് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് കമ്മാത്ത് തുരുത്തേൽ അച്ഛൻ അരുവിക്കുഴിയിലെ കപ്പേളയ്ക്ക് തറക്കല്ലിട്ടു. മെയ് മാസം 7 നിർമ്മാണം പൂർത്തിയായി. മെയ് മാസം 17 അഭിവദ്യ കാളാശ്ശേരി പിതാവ് കപ്പേള വെഞ്ചരിച്ച് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു. 1945 ഏപ്രിൽ 1 ഇടവകയായി ഉയർത്തപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സഖറിയാസ് ഇടക്കരയിലച്ചൻ പ്രഥമ വികാരിയായി. ബഹുമാനപ്പെട്ട സഖറിയാസ് ഇടക്കരയിലച്ചൻ്റെ കാലത്താണ് പള്ളിയോട് ചേർന്ന് സെമിത്തേരി സ്ഥാപിച്ചത്. പറപ്പള്ളിക്കുന്ന് സെയിൻറ്റ് ജോസഫ്സ് LP സ്കൂൾ വിലയ്ക്ക് വാങ്ങി. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കപ്പേളയിലെ സ്ഥലപരിമിതി മൂലം 1952 സെപ്റ്റംബർ 28 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് കളരിപ്പറമ്പൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴുള്ള പള്ളിക്ക് അഭിവദ്യ മാർ മാത്യു കാവുകാട്ട് പിതാവ് തറക്കല്ലിട്ടു. 1959 ഫെബ്രുവരി 26 കുദാശ നിർവഹിച്ചു. പിന്നീടുള്ള വളർച്ചയിൽ പള്ളിമേട, പാരീഷ് ഹാൾ, സ്കൂൾ മന്ദിരം, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെല്ലാം ഇടവകയ്ക്ക് സ്വന്തമായി. ആരംഭത്തിൽ 200 താഴെ കുടുംബങ്ങൾ ഇടവകാംഗങ്ങൾ ആയിരുന്ന അരുവിക്കുഴി പള്ളി ഇന്ന് 450 പരം കുടുംബങ്ങൾ അംഗങ്ങളായ ഇടവക കൂട്ടായ്മയായി മാറി.
7 വിശുദ്ധരുടെ രൂപങ്ങൾ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ ചുമന്നുകൊണ്ട് 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഔസേപ്പ് പിതാവ്, വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഗീവർഗീസ് സഹദ, തോമാസ് ലീഹ, ഉണ്ണിയേശു, ഏറ്റവും പുറകിലായി പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും രൂപങ്ങൾ. പ്രദക്ഷിണം പള്ളിക്കത്തോട് കുരിശുപള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അരുവിക്കുഴി ലൂർദ് മാതാ പള്ളി വികാരി ജേക്കബ് ചീരമ്മേലിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും അതിനുശേഷം 20-ലധികം വർഷങ്ങളായി ദീപിക ബാലജന സഖ്യത്തിലെ എല്ലാവരുടെയും കൊച്ചേട്ടനായ റോയി കണ്ണഞ്ചിറ അച്ഛൻ്റെ തിരുനാൾ സന്ദേശവും. നമുക്കെല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കുചേരാം. അതിനുശേഷം വചനപ്രഘോഷണം ശ്രമിക്കാം. കർത്താവേ, തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാർ യോസേപ്പിന്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും പ്രത്യേകമായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരന്റെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുവാനാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവ് ശംശികാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക മധ്യസ്ഥയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അരുവിക്കുഴി ലൂർദ് മാതാവിന്റെ വകയിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാന്റെ തിരുനാൾ സംയുക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. വർഷം തോറും ഇടവക തിരുനാളിനോടനുബന്ധിച്ച് അരുവിക്കുഴി ഇടവകയിൽ നിന്നും പള്ളിക്കത്തോട് ഫാത്തിമ മാതാ കപ്പേള വഴി തിരികെ പള്ളിയിലേക്കുള്ള പ്രദക്ഷിണം ആഘോഷപൂർവ്വം നടത്തുന്നുണ്ട്. പള്ളിക്കത്തോട് ഫാത്തിമ മാതാ കപ്പേളയിൽ എത്തുമ്പോൾ വചനപ്രഘോഷണം നാം ശ്രമിക്കുന്ന പതിവുമുണ്ട്. ഇടവക ദേവാലയത്തിൽ നിന്നും കൂട്ടമാവ് കപ്പേള, അതുപോലെ ഇരുമ്പുകുഴി, കുരിശടി തുടങ്ങി ഇപ്പോൾ ഇവിടെ ഫാത്തിമ മാതാ കപ്പേളയിൽ എത്തിയിരിക്കുകയാണ് ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണം. ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിച്ചത് മുതൽ നാനാജാതി മതസ്ഥരായ എല്ലാവരും ഭക്തിപൂർവ്വം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് വഴിയരികിൽ നിന്ന് കൈകൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, നേർച്ചകൾ സമർപ്പിക്കുന്നതൊക്കെ നാം എല്ലാം ശ്രമിച്ചതാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ ലൂർദ് മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാന്റെ തിരുനാളിനോടനുബന്ധിച്ച് പള്ളിക്കത്തോട് നിവാസികൾ, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവരും ഭക്തിപൂർവ്വം നടന്ന ഈ പ്രദക്ഷിണം നൽകിയ എല്ലാ സ്വീകരണത്തിനും പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ആശംസകൾക്ക് എല്ലാവർക്കും ഇടവകയുടെ പേര് പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിത നവീകരണത്തിന് ഉതകുന്ന നല്ല വചനം, ദൈവവചനം ശ്രമിക്കാം. ഇന്ന് ഈ തിരുനാൾ സന്ദേശം വചനം പ്രസംഗം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കേറെ സുപരിചിതനായ ബഹുമാനപ്പെട്ട റോയി കണ്ണഞ്ചിറ അച്ഛനാണ്. കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമായ DCLന്റെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വളരെ സുപരിചിതനായി അറിയപ്പെടുന്നു. സ്കൂളുകളിലെ എല്ലാ കുട്ടികളെയും ധാർമ്മിക തലത്തിലും ആധ്യാത്മിക തലത്തിലും സാമൂഹ്യ തലത്തിലും വളർത്തുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ അച്ഛൻ വളരെ സുപരിചിതനാണ്. DCLന്റെ ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല, DFC ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സഭയില് സുറമലബാർ സഭയിലും സുറമലങ്കര സഭയിലും ഫിലോത്തീൻ സഭയിലെയും സഭാതലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായിട്ടുള്ള നേതൃതലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന വചനപ്രഘോഷണത്തിലൂടെ സത്യവും നീതിയും നന്മയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, തിന്മയ്ക്കെതിരെ പോരാടുവാൻ തന്റെ ശക്തമായ വചനങ്ങള്, വാക്കുകള് പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ. തീർച്ചയായിട്ടും
നമ്മോടുള്ള സ്നേഹത്തെ പ്രതിഫലിക്കുകയിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട റോയ് കണ്ടഞ്ചുറ അച്ഛൻ നമുക്ക് തിരുനാൾ സന്ദേശം പകർന്നു നൽകുന്നതിനായിട്ട് സ്നേഹപൂർവ്വം അച്ഛനെ ക്ഷണിക്കുന്നു. വിശ്വാസിയായിരിക്കും സ്തുതിയായിരിക്കും. പ്രിയ സ്നേഹിതനും ഈഴവകയുടെ വികാരിയുമായ പ്രിയപ്പെട്ട ജയിക്കപ്പച്ച, മറ്റ് വൈദിക സഹോദരങ്ങളെ, വളരെ സുദീർഘമായ വിശ്വാസ പ്രഘോഷണ റാലി നടത്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരസ്യമായി പ്രകടിപ്പിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം യാചിച്ച് ദൈവവചന സന്ദേശം ശ്രവിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സ്വർഗീയ മാധ്യസ്ഥ്യം സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സുദീർഘമായ ഒരു പെരുന്നാൾ പ്രദക്ഷിണം വളരെ ഭക്തിയോടുകൂടി നടത്തുവാൻ പാരമ്പര്യമായി നടത്തുന്ന പരിശ്രമം തീർച്ചയായും ദൈവാനുഗ്രഹപ്രദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ദൈവത്തിന്റെ അനന്ത പരിപാലനയിൽ ഈ ജീവിതം നയിക്കപ്പെടുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഇത്രയേറെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നടന്ന് വലഞ്ഞ് ഈ ഒരു വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുവാൻ കഴിഞ്ഞത്. എല്ലാ ഇടവക തിരുനാളും ആ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസത്തിന്റെ പരസ്യ പ്രഘോഷണ വേദിയാണ്. അരുവിക്കുഴി ഇടവകയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സ്വർഗീയ മധ്യസ്ഥയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യവും ജീവിത മാതൃകയും വിശ്വാസ ജീവിതത്തിന് ഏറ്റവും ഉത്തമ മാതൃകയായി, ഒന്നാമത്തെ മാതൃകയായി സ്വീകരിക്കുന്നത് അരുവിക്കുഴി ഇടവകയിലെ വിശ്വാസ സമൂഹം മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ വിശ്വാസികളാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് കത്തോലിക്ക സഭയും ശ്ലൈഹിക പാരമ്പര്യമുള്ള ക്രൈസ്തവ സമൂഹങ്ങളും നടത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഭക്തി നാനാജാതി മതസ്ഥരായ മനുഷ്യ സഹോദരങ്ങളെ ദൈവത്തിലേക്കുള്ള യാത്രയിൽ നേരിടുന്ന ഭക്തിയാണ് യഥാർത്ഥത്തിൽ ഈശോയോടുള്ള വിശ്വാസത്തിന്റെ പ്രകടനമായി നമ്മൾ അനുഭവിക്കുന്നത്. ജപമാല പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ ഈശോയോടുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് ഏറ്റവും കൂടുതൽ. വ്യക്തിപരമായി എനിക്ക് മക്കളുടെയും സുരക്ഷിതത്വത്തിന്റെ ഒരു കാരണമാണ് അമ്മയറിയാത്ത മാപ്പ്, അമ്മയറിയാത്ത റൂട്ട്. അതാണ് പല മക്കളെയും വഴിതെറ്റിപ്പോകാൻ ഇടവരുത്തിയിട്ടുള്ളത്, പല മക്കളെയും കുഴിയിൽ ചാടിച്ചിട്ടുള്ളത് സ്വന്തം അമ്മയറിയാത്ത റൂട്ടുകളാണ്.
അമ്മയറിയാത്ത റൂട്ടുകൾ, പലർക്കും മാപ്പ് ലഭിക്കാൻ പോലും അർഹതയില്ലാത്ത പ്രവൃത്തികളിലേക്ക് വീഴ്ത്തിയിട്ടുണ്ട് എന്നതും സത്യമാണ്. ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞ ഈ കാര്യം ഞാൻ പള്ളിയിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം മുരിക്കാശ്ശേരി പള്ളിയിൽ, ഞങ്ങളുടെ അയലൊക്കെ ഇടവകയാണ്, അവിടെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ദിനത്തിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അച്ചാച്ചനും അമ്മച്ചി പെരുന്നാൾ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണെന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ പറഞ്ഞു. അമ്മ പറഞ്ഞു, അതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊന്നും ഓർത്തൊന്നും പറഞ്ഞതൊന്നുമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഇനി ആരോട് പറയാൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഇതെല്ലാവരോടും പറയേണ്ട കാര്യമാണ്. അമ്മയ്ക്ക് പിറന്ന മക്കളാണ് എങ്കിൽ തങ്ങളുടെ റൂട്ട് എന്താണ്, എതിലെയാണ് എന്ന് ആ അമ്മയോട് പറയാനുള്ള മനസ്സുണ്ടാവണം ഓരോ മക്കൾക്കും. അപ്പോൾ വഴി തെറ്റാതെ ഈ ജീവിതയാത്ര പൂർത്തിയാക്കാൻ കഴിയും. ഇന്ന് ഈ അരുവിക്കുഴി ഒരാൾക്കൂട്ടത്തോടൊപ്പം ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുമല്ല. എന്നാൽ നമ്മുടെ പലരുടെയും സ്വകാര്യ ജീവിതം, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഓരോ വിശ്വാസ പ്രഘോഷണവും ഓരോ തിരുനാളും നമുക്ക് വളരെ സന്തോഷമാണ്. ചെണ്ടകൊട്ട്, ബാഞ്ച്, പലതരത്തിലുള്ള ബാല്യമേളങ്ങൾ, കരിമരുന്ന് കലാപ്രകടനങ്ങൾ, ആലക്തിക ദീപങ്ങളുടെ, വൈദ്യുത ദീപങ്ങളുടെ അതിമനോഹരമായ ദൃശ്യവിന്യാസങ്ങൾ, നല്ല നല്ല ഗാനങ്ങൾ, ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. പക്ഷേ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഒരു യാത്ര നടത്തുമ്പോൾ കുടുംബജീവിതത്തിന്റെ റൂട്ട് മാപ്പ് നമുക്ക് പറയാനുള്ള ഒരു അമ്മയുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ അമ്മയുടെ നല്ല ഭക്തരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിന്റെ റൂട്ട് ഈ അമ്മയോട് പറഞ്ഞുകൊണ്ട് യാത്ര തുടർന്നാൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് വഴിയിടറുകയില്ല. വിശ്വാസത്തിന്റെ വഴി മാത്രമല്ല, ധാർമ്മികതയുടെ വഴിയിടറുകയില്ല, ദാമ്പത്യ വിശ്വസ്തതയുടെ വഴിയിടറുകയില്ല, മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത ഇടറുകയില്ല. ഇന്ന് ഈ റൂട്ട് പറയാത്തത് കൊണ്ട് വഴി നടത്തുവാൻ ഒരു മാതൃരൂപത്തെ, ഒരമ്മ രൂപത്തെ കൺമുന്നിൽ പ്രതിഷ്ഠിക്കാത്തത് കൊണ്ട് പലർക്കും വഴി ഇടറിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. കുടുംബത്തിന്റെ പ്രഖ്യാപനമാണ്. അതാണ് ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ നമ്മൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്റെ മക്കൾക്കും എനിക്കും റൂട്ട് പിഴക്കില്ല എന്നതാണ് സത്യം. ഇവിടെ ധാരാളം യുവതി യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ നവമാധ്യമ യുഗത്തിൽ ജീവിക്കുന്ന ഈ യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധ മൂല്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിലെ, കേരള കത്തോലിക്ക, ഭാരത കത്തോലിക്ക സഭയിലെ പ്രഥമ വിശുദ്ധനായ വിശുദ്ധ ചാവറ പിതാവിന്റെ ജന്മദിനമാണ്. ചാവറ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വിശുദ്ധ ചാവറ പിതാവ് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി നൽകിയ മാഗ്നാ കാർട്ടയാണ്. എല്ലാ മതസ്ഥരായ കുടുംബം എന്ന ഭദ്രമായ ആ ജീവിത അവസ്ഥയെ വിശുദ്ധമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചാവറ പിതാവ് എഴുതി നൽകിയ ഒരു നല്ലയപ്പന്റെ ചാവരുൾ എന്ന ഗ്രന്ഥം എന്നെ കേൾക്കുന്നതിന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീട്ടിൽ ഒന്ന് മേടിച്ചു വെക്കേണ്ടതാണ്. വെറും 10 രൂപ മാത്രം വിലയുള്ള ഈ ചെറിയ പുസ്തകമാണ്. 40 ചെറിയ ഉപദേശങ്ങളാണ് അതിൽ ചാവറ പിതാവ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അത് നൽകിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, 1.5 നൂറ്റാണ്ടിന് മുമ്പാണ്. 1868 ഫെബ്രുവരി 13-ാം തീയതിയാണ് അദ്ദേഹം അത് നൽകിയത്, അദ്ദേഹം എഴുതി നൽകിയത്. അതിൽ അദ്ദേഹം ക്രൈസ്തവ കുടുംബങ്ങളെ എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായ ദുഃഖത്തിന്റെ സദൃശ്യമാണ്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഹൃദയ ഐക്യം, 3 വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയായി
അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു രഹസ്യത്തിന്റെ അനുഭവമാണ് ഓരോ കുടുംബത്തിലും. അപ്പനും അമ്മയും മക്കളും 3 വ്യക്തികളാണ് എങ്കിലും, അല്ലെങ്കിൽ പല വ്യക്തികളാണ് എങ്കിലും ഒന്നാണ് എന്ന അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ടാകേണ്ടത്. ഭിന്നതയുണ്ടാകരുത് കുടുംബങ്ങളിൽ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മക്കൾ ബാല്യത്തിൽ നല്ല ക്രൈസ്തവ മൂല്യങ്ങളിലും പ്രാർത്ഥനാ ശീലങ്ങളിലും വളർന്നു വരുന്നു എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ ക്രിസ്തീയമായ പരിപാലന മാതാപിതാക്കൾക്ക് നൽകുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം അന്ന് 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച ഒരു കാര്യം എത്രയോ പ്രസക്തമാണെന്ന് ചിന്തിച്ചു പോവുകയാണ്. ചാവറ പിതാവിനെ കാലത്തിന്റെ പ്രവാചകൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘദർശിത്വത്തിനുള്ള കൃപയുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മക്കളെ ഒറ്റയ്ക്ക് അയൽ വീടുകളിൽ വിടരുത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് അയൽ വീടുകളിൽ വിടരുത്, ബന്ധുവീടുകളിൽ ഒറ്റയ്ക്ക് വിടരുത്. അവർ മാലാഖമാരായിട്ട് പോകും, കുട്ടിപ്പിശാചുക്കളെ പോലെ തിരിച്ചു വരും എന്ന് ചാവറ പിതാവ് എഴുതി വെക്കുകയാണ്. പലർക്കും അറിയില്ല നമ്മളുടെ മക്കളുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, കൂട്ടുകൾ എങ്ങനെയാണ്. മക്കൾ അവരുടെ കൂട്ട് മാതാപിതാക്കളോട് വെളിപ്പെടുത്തണം എന്ന് 150 വർഷം മുമ്പ് എഴുതി വെച്ച വിശുദ്ധ ചാവറ പിതാവിന് അറിയാമായിരുന്നു. ഓരോ കൂട്ടും ഓരോ റൂട്ടാണ്. ഇവിടെ നിൽക്കുന്നവരുടെയും എന്റെയും അവസ്ഥ അത് തന്നെയാണ്, ഓരോ റൂട്ടാണ്. അപ്പോൾ കൂട്ടുകാരുടെ കൂടെയുള്ള യാത്രയാണ് പലരുടെയും ജീവിത യാത്രയെങ്കിൽ ആ റൂട്ട് അമ്മയോട് പറയണം, അപ്പനോട് പറയണം. കുടുംബം അറിയാത്ത സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന യുവജനത വഴിതെറ്റിപ്പോകുന്നു എന്ന് ഇന്ന് നമ്മളിൽ പലരും നിലവിക്കുന്നുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് ചാവറ പിതാവ് അത് കുറിച്ചു വെച്ചു. മാതാപിതാക്കൾ അറിയാത്ത സൗഹൃദം സൂക്ഷിക്കുന്ന മക്കൾ വഴിതെറ്റി യാത്ര ചെയ്യുന്നവരാണ്. ഇന്ന് പല മക്കൾക്കും മാതാപിതാക്കളോട് ഒന്നും പറയാനില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരോട് സംസാരിക്കാനില്ല. മൊബൈലുമായി നമ്മുടെ മക്കളിൽ പലരും മുറികളിലേക്ക് കയറുകയാണ്. സ്വന്തമായി മുറികളുള്ള മക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ കലഹമുണ്ടാക്കുന്നത് അവരുടെ സ്വകാര്യതയിലേക്ക് അപ്പനും അമ്മയും എന്ന് മുട്ടിക്കയറി ചെല്ലുമ്പോഴാണ് എന്നത് പല വീടുകളുടെയും വലിയ ദുരവസ്ഥ തന്നെയാണ്. മക്കൾക്ക് ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വീട്ടിനകത്ത് കയറിയാൽ വീടിന് പുറത്തുള്ളവരോടാണ് മക്കളിൽ പലർക്കും ഇന്ന് വർത്തമാനം കൂടുതൽ. ആരോടാണ് സംസാരിക്കുന്നത്? ആരാണ് ഈ മക്കളുടെ കൂട്ടുകാർ? നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ പറയുക, നിങ്ങളുടെ മക്കൾ ആരാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ ചാവറ പിതാവിന്റെ ഗുരുമൊഴികൾ നമുക്ക് ഇന്ന് ഈ അമ്മയുടെ മാതൃകയനുസരിച്ച് ഈ വിശ്വാസ ജീവിതം തുടരാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. കാരണം റൂട്ട് മാറിപ്പോകുന്നു. ക്രൈസ്തവ വിശ്വാസം ഒരു റൂട്ട് മാപ്പാണ്. വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഗീവർഗീസും മറ്റു വിശുദ്ധരും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ റൂട്ട് മാപ്പ് ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് വെച്ചിട്ട് പോയത് കൊണ്ടാണ് അതേ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും മറ്റ് സ്വർഗീയ മധ്യസ്ഥരെല്ലാം അവരുടെ റൂട്ട് മാപ്പ് വെളിപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും അറിയാം ഞങ്ങൾ നടക്കുന്ന വഴി ഇതാണ്. ഈ വർഷം 2024 സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരിൽ ഒരാളായി വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ 150-ാം വാർഷികമാണ്. ആ പുണ്യവതി നവമാലിക എന്ന ഗ്രന്ഥത്തിൽ അവളുടെ റൂട്ട് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയിലേക്കുള്ള എന്റെ വഴിത്താരി ഇങ്ങനെയാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് മാത്രം പണിതുയർത്തുന്ന ദൈവത്തിലേക്കുള്ള വഴിയുടെ പേര് കുറുക്ക് വഴി എന്നാണെന്നും ആ കുറുക്ക് വഴിയിലൂടെ നടന്നാണ് ഞാൻ എന്റെ ഈശോയെ സ്നേഹിക്കുന്നതെന്ന് എഴുതി വെച്ച കൊച്ചു ത്രേസ്യ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയാണ്. ദൈവത്തിലേക്ക് നേരാടെ നടന്നവരുടെ വഴികൾ എല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ നമ്മളുടെ വഴികൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അവ്യക്തമാണ് എങ്കിൽ ഇന്ന് പല അസ്വസ്ഥതകളുടെയും ഇടമാണ് പല വീടുകളും. കാരണം എന്താണ്? ഓരോരുത്തരും എങ്ങോട്ടാണ് പോകുന്നത് പലർക്കും അറിയില്ല. ഓരോരുത്തരുടെയും ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നതിന്റെ അവസ്ഥയിൽ എത്തുകയാണ്. കാരണം ഉള്ളു തുറന്നുള്ള
വർത്തമാനങ്ങളില്ലാതെയായി. ഇവിടെ പ്രിയപ്പെട്ട വികാരിച്ചൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ദീപിക ബാലസംഗീതത്തിന്റെ കൊച്ചേട്ടനാണെന്ന് പറഞ്ഞു. 21 വർഷമായി ഞാൻ ദീപിക ദിനപത്രത്തിൽ ദീപിക ബാലസംഗീതത്തിന്റെ കൊച്ചേട്ടനായിട്ട് പ്രവർത്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ആന്റയൊക്കെ ഈ ഇടവകക്കാരൻ, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്നേഹിതരാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് പല ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ക്യാമ്പ് നടത്തുമ്പോഴുണ്ടല്ലോ, നമുക്കറിയാം ഈ മക്കളുടെ വ്യക്തിത്വ വികാസം കുടുംബങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. നാനാജാതി മതസ്ഥരായ മക്കളാണ് നാം, ഒരു കുടുംബം, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം കൊണ്ട് ദീപിക ദിനപത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ DCL ദീപിക ബാലസംഗീതത്തിന്റെ പരിപാടികളിൽ പങ്കുചേരുന്നത് എല്ലാ മതസ്ഥരുണ്ട്. അപ്പൊ എന്റെ ക്യാമ്പിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഈ മക്കളോട് ഏറ്റവും ആദ്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മക്കളോട് പറയുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെ പറ്റിയാണ്. എന്റെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് ദൈവവിശ്വാസമുണ്ട് എന്ന് ആരെങ്കിലും അടിയുറച്ച് പറയുകയാണെങ്കിൽ അയാൾ ഏത് മതധാരയിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, അയാൾക്ക് അയാളുടെ കുടുംബ ബന്ധങ്ങൾ വളരെ കൃത്യമായി യാത്ര ചെയ്യുന്നത്. നമുക്ക് സത്യസന്ധമായി തിരുക്കുടുംബത്തെ പോലെ ജീവിക്കാനുള്ള മാതൃക നൽകിയ വിശുദ്ധരിങ്ങനെ വെട്ടിക്കുള്ളിൽ സുഖമായി കൊതുകുകടി കൊള്ളാതെ സുഖമായി ജീവിക്കും. നമ്മൾ അവരെ ചുമന്നുകൊണ്ട് വീണ്ടും അടുത്ത വർഷം വീണ്ടും പെരുന്നാൾ പ്രസംഗത്തിന് തിരുനാൾ പ്രദക്ഷിണത്തിനുമായിട്ട് നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. അവർ ഈ രൂപക്കൂടിനുള്ളിൽ ഒരു കുഴപ്പവുമില്ലാതിരിക്കും. പക്ഷേ ഈ വിശുദ്ധ മാതൃകകൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഉരുകിത്തീരുന്ന തിരുസ്വരൂപങ്ങളുടെ ജീവിതത്തെ അറിയാനും പരസ്പരം സ്നേഹിക്കാനും സ്നേഹം പങ്കുവെക്കാനും വർത്തമാനം പറഞ്ഞിട്ട് കൊതി തീരാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനും ഈ അമ്മയുടെ റൂട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നില്ല എങ്കിൽ ഈ തിരുനാൾ ആഘോഷം നമ്മൾക്ക് അർത്ഥപൂർണമാകുന്നില്ല. ഇത് പക്ഷേ ഈ അരുവിക്കുഴിയിലെ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ ആഘോഷം അർത്ഥപൂർണമാണ്. കാരണം നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ത്യാഗോജ്വലമായ രക്തസാക്ഷിത്വത്തെ നിങ്ങൾ ആദരിക്കുന്നു. ക്രിസ്തുവിനുള്ള വിശ്വാസം ജീവൻ കൊടുക്കാൻ മാത്രം അർത്ഥമുള്ളതാണ് എന്നീ ലോകത്തെ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് പഠിപ്പിച്ച വിശുദ്ധനായ മഹാവിശുദ്ധനായ വിശുദ്ധ സെബസ്ത്യാനോസ് യാചിക്കുന്നവർക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന അത്ഭുത ശക്തിയുള്ള വിശുദ്ധനാണ്. പരിശുദ്ധ അമ്മ ഈശോയെ മാറിയിൽ എടുത്ത് ഈശോയെ ഉദരത്തിൽ വഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച് ഈശോയുടെ ഈ വിശ്വാസ ജീവിതത്തിന്റെ മഹാത്യാഗത്തിന് അവസാന നിമിഷം വരെ സാക്ഷിയായ ഈ അമ്മ നമ്മെ നയിക്കുന്നത് ഈശോയുടെ റൂട്ട് മാപ്പിലൂടെയാണ്, യാത്ര ചെയ്യുന്നവരാണ്. അവരുടെ പേരാണ് ക്രൈസ്തവരെങ്കിൽ ആ ക്രിസ്തീയ മൂല്യങ്ങൾ ഉള്ളിൽ നിറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഏറെ ദൂരം നടന്ന് യാത്ര ചെയ്ത് ഇത്രയും നേരം വളരെ നിശബ്ദരായി എന്റെ എളിയ വചന സന്ദേശത്തോട് സ്നേഹപൂർവ്വം സഹകരിച്ച എല്ലാ നല്ല വിശ്വാസി സഹോദരങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഓരോ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസത്തിന്റെ ഇടവക സമൂഹം എന്ന നിലയിലുള്ള പരസ്യ പ്രഖ്യാപനമാണ് എങ്കിൽ അത് ഓരോ കുടുംബത്തിന്റെയും വിശ്വാസ ജീവിതത്തിന്റെ വിലയിരുത്തലിന്റെയും സത്യസന്ധമായ വ്യക്തി ജീവിതത്തിലെ ക്രൈസ്തവ മൂല്യങ്ങളുടെയും രഹസ്യ പ്രഖ്യാപനം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ വിശ്വാസ പ്രദക്ഷിണം യാത്ര തുടരുന്നത് എന്ന സത്യമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ റൂട്ട് തീരുമാനിക്കുന്നത്. ആ റൂട്ടിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്ന ഇടത്തിന്റെ പേരാണ് ഈശോ. ആ തമ്പുരാന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയുടെ വിശുദ്ധ മൂല്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും അയൽപക്ക ജീവിതത്തിനും സമൂഹ ജീവിതത്തിനും അർത്ഥം നൽകുന്ന ജീവിത വഴികൾ നമ്മുടെ മുമ്പിൽ തെളിച്ചു തരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയപൂർവ്വമായി നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അർത്ഥസമ്പുഷ്ടമായ പ്രൗഢഗംഭീരമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓർത്തിരിക്കുവാൻ തക്ക വിധത്തിൽ ജീവിത നവീകരണത്തിൽ നിന്ന് നല്ല ചിന്തകൾ പങ്കുവച്ച ബഹുമാനപ്പെട്ട റോയ് കണ്ണച്ചന് അരുവിക്കുഴി ഇടവകയുടെയും അനുസരിച്ച നാനാജാതിമതസ്ഥരായ ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷകൾ അറിയിക്കുന്നു. അച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഒത്തിരി നന്ദി. നമ്മുടെ പ്രദക്ഷിണം തുടരുകയാണ്. അതിനു മുമ്പ് കൂട്ടമാവ് ഇരുമ്പുകുഴി ഭാഗത്തേക്ക് വരുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് നാനാജാതി മതസ്ഥരായ പല ആളുകൾ കുടിവെള്ളവും മറ്റ് കഴിക്കുവാനുള്ള ഭക്ഷിക്കുവാനുള്ള പല ആഹാര സാധനങ്ങളൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഈ പള്ളിക്കത്തോട് പ്രദേശത്തുള്ള വ്യാപാരി വ്യവസായികൾ, അതുപോലെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതുപോലെ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവരും ഇവിടെ കടകളൊക്കെ അലങ്കരിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനും സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്.
അതുപോലെ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിലെ അധികാരികളോട് എടുത്ത സാറന്മാരോട് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരോടും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമുക്ക് പ്രതിഷ്ഠം തുടരാം. പ്രതിഷ്ഠം ആരംഭിച്ചതുപോലെ തന്നെ ക്രമമായിട്ട് വന്നപോലെ തന്നെ ക്രമമായിട്ട് തിരികെ പള്ളിയിലേക്ക് പോകാം. വോളണ്ടിയേഴ്സ് മുൻവശം മുതൽ ക്രമമായിട്ട് നിർത്തി പ്രതിഷ്ഠം തുടങ്ങുവാനായിട്ട് ആരംഭിക്കുക. ഏറ്റവും മുമ്പിൽ കൊടിക്ക് പുറകിൽ മറ്റ് മേളങ്ങളും രൂപങ്ങളും ഒക്കെ ആയിട്ട് നീങ്ങുക. വോളണ്ടിയേഴ്സ് പ്ലീസ്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ ക്രമമായിട്ടൊന്ന് ക്രമീകരിച്ചൊന്ന് വിട്ട്, വന്ന രീതിയിൽ തന്നെ ഒന്ന് ക്രമപ്പെടുത്തി ഒന്ന് വിട്ട് വേഗം അത് എല്ലാവരും നമ്മൾ ലൈനായിട്ട് തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് ഫോം ചെയ്ത് വന്നകൾക്ക് തന്നെ പ്ലീസ് എല്ലാവരും വന്നകൾക്ക് തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് ഫോം ചെയ്ത് പ്രതിഷ്ഠ നമുക്ക് ആരംഭിക്കാം. വോളണ്ടിയേഴ്സ് പ്ലീസ്, ഏറ്റവും മുൻവശത്തെ കൊടി ഏറ്റവും മുമ്പിലും നീങ്ങുക. കൊടിയും കുരിശും മരക്കുരിശ് ഏറ്റവും മുമ്പിലേക്ക് നീങ്ങുക. കൊടി ഏറ്റവും മുമ്പിലേക്ക് നീങ്ങുക. കൊടിയും കുരിശുകളുടെ മുമ്പിലേക്ക് നീങ്ങുക. പ്ലീസ് വോളണ്ടിയേഴ്സ് വേഗം എല്ലാവരും ഒന്ന് ക്രമപ്പെടുത്തിക്കേ. എല്ലാ വോളണ്ടിയേഴ്സുകളും ഒരുമിച്ച് മുൻവശത്തോട്ട് നിന്ന് ക്രമപ്പെടുത്തിയിട്ട് രൂപം എടുക്കുവാനുള്ളവരെ രൂപത്തിലേക്ക് വരിക. വിശുദ്ധരുടെ രൂപം സംഭവിക്കുവാനുള്ളവരെ രൂപത്തിന്റെ സമീപത്തേക്ക് എത്തുക. രൂപം എടുത്തിരുന്നവരെല്ലാവരും രൂപം എടുക്കുവാനായിട്ട് വേഗം അടുത്തേക്ക് വരിക. ഒരു പ്രതിഷ്ഠത്തിൽ ക്രമമായിട്ട് തന്നെ പങ്കെടുക്കുക. തിരികെ പള്ളിയിലേക്കുള്ള പ്രദക്ഷിണ വഴിയിൽ പള്ളിക്കത്തോട് കുരിശുപള്ളി മുതൽ കണയംപ്ലാക്കൽ മത്തായി സാറിൻ്റെ വീട് വരെയുള്ള ഇടവക അംഗങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള ദീപാലങ്കാരങ്ങൾ. നീയും പിടിത്തതെന്തും കൈയും നീയും എന്നേക്കും വാഴവേ തിരുവാഴ്ക വാഴ്ക നമ്മുടെ പ്രതീക്ഷയെല്ലാം ഭൂമിമേൽ തിരുമഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാതരുൾവാൻ കഴിവു പേശുക മാത്തോമൻ മലവിൽ നിന്നും വേദ്യനമ്പും ചാർത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീര താരവേണം പന്തലിൽ പട്ടുടൻ പണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുദവേണം മാത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നിരുന്നരുൾക മാത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുളരെ താകദ്രീയ
മരമോട് കല്ലുകൾ കലകം വെള്ളി മനവിയലും പഠിച്ചെമ്പു വിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവ തിത്തത്തകതത്തികതാം ഇമ്പമുടരുമികൾ തിരുമനസാലെ ഇയൽ വഴി തീയം തീയം തെയ്യം തക്കത്തികുതയിൽ തെയ്യം തക്കത്തികുതേ ഇന്ത്യതത്താകത്താതുകളത്തെ ഇത്തരമുത്തരമായൊരു വചനം ഇച്ചവരും പടി കരുതിയുറച്ചു തകരാം 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 തേ തിക്കിടകിടതക 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 തേ തികിടാം 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 തേ തക്കിടകിടതക ആ തകരാം തേ തിക്കിടകിടതക ആ തികിടാം തേ തക്കിടകിടതേ തിക്കിടകിടതേ തത്തി തീടാ പിന്നത്താങ്ങളുടെ ഇടത്താങ്ങളുടെ തക്കിടകിടതക വിശ്വമിടങ്കയിലായവരൊരുവൻ വിധിയുടെ അരസൻ തിരുമുൻപാകെ വിധി പോലെ രണ്ടാം പ്രദക്ഷിണം ഞായർ ഇന്ന് രാവിലെ 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കദളിമറ്റം കോൺവെൻറ്റ് കുരിശടിയിലേക്ക്. ഒന്നിടവിട്ട വർഷങ്ങളിൽ മാത്രം. അടുത്ത വർഷം കൂവപ്പൊയ്ക കുരിശടിയിലേക്ക്. 4 ദിവസം നീണ്ടുനിന്ന തിരുനാൾ ആഘോഷങ്ങളുടെ സമാപനം വികാരി ജേക്കബ് ചീരമ്പേലിൽ അച്ഛൻ കൊടിയിറക്കി. പ്രിയ സുഹൃത്തുക്കളെ, ഇടവക അംഗങ്ങളെ, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അരുവിക്കുഴി ലൂർദ്മാതാ പള്ളിയിലെ തിരുനാൾ ദിനങ്ങളിൽ നാട്ടിലെത്തിച്ചേരാൻ എനിക്ക് സാധിച്ചത്. പലരെയും കാണാൻ സാധിച്ചു, പലരെയും കാണാൻ സാധിച്ചില്ല. എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. ഗുഡ് ബൈ.